This video is sponsored by SPU Digital Marketing. ஸ்கிப் பண்ணாதீங்க. பெரிய தப்பு. தினம் 300 ரூபாய் சம்பாதிக்க அரிய வாய்ப்பு. இன்ஸ்டாகிராம், ஃபேஸ்புக் பயன்படுத்த தெரிந்தால் போதும் கண்டென்ட் போஸ்ட் அண்ட் கண்டென்ட் பப்ளிஷிங் மூலமா தினம் 300 ரூபாய் சம்பாதிக்கலாம். இந்த வேலை செய்ய 5 நிமிடம் போதும். ஒர்க் ட்ரைனிங் சப்போர்ட், குரூப் கம்யூனிகேஷன் சப்போர்ட், ஆல் லாங்குவேஜ் கஸ்டமர் லைவ் சாட் சப்போர்ட், முக்கியமா சொந்தமா ஒரு பிசினஸ் ஸ்டார்ட் பண்ற அளவுக்கு உங்களால கற்றுக்கொள்ளவும் முடியும், சம்பாதிக்கவும் முடியும். இந்த வேலை வாய்ப்பு வழங்குவது 5 வருடத்துக்கு மேல ரன் ஆகிட்டு இருக்க நம்ம தமிழ்நாட்டு கம்பெனி ஸ்கூல் ஆஃப் பிசினஸ் ஆர்கனைசேஷன் பிரைவேட் லிமிடெட். மேலும் விவரங்களுக்கு டிஸ்கிரிப்ஷன்ல கொடுத்திருக்க நம்பருக்கு வாட்ஸ்அப் பண்ணுங்க. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നേക്കുന്നത് ഒരു മുട്ട ബജിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് സാധാരണ നമ്മുടെ തട്ടുകടയിലൊന്നും അങ്ങനെ കാണാറില്ല, അപൂർവമായിട്ടേ ഉള്ളൂ കാണാറ്. ഒരിക്കൽ ഞാനൊരു സ്ഥലത്ത് നിന്ന് കഴിക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിട്ട് ഞാൻ പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാറാണ്. ഇപ്പോൾ ചില സ്ഥലത്ത് മുട്ട ഫുൾ മുട്ടയായിരിക്കും ഉണ്ടാവുക, ചിലതിൽ പാതി നമ്മുടെ മുട്ട പപ്സിലുള്ള പോലെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ആദ്യം തന്നെ മുട്ട വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിന് മാവ് കലക്കണം നമുക്ക്. അതിനായിട്ട് ഞാനൊരു ബൗളിൽ ഒരു 100 ഗ്രാം കടലമാവ്, 100 ഗ്രാം മൈദ, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി ഇച്ചിരി വെള്ളം ചേർത്തത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യുന്ന അധികം ലൂസായിട്ട് വേണ്ട, അധികം വെള്ളം പോലെ വേണ്ട, ഒരു ഈ കൺസിസ്റ്റൻസിൽ മതി കേട്ടോ. നമുക്ക് ഈ മുട്ട ബോയിൽ ചെയ്തെടുത്തത് മുക്കിയെടുക്കാൻ പാകത്തിനുള്ള ഒരു മാവ്. അപ്പം നമ്മുടെ മുട്ട ഇവിടെ വെന്ത് റെഡി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് സ്ലൈസ് ചെയ്തെടുക്കണം, ഹാഫായിട്ട് സ്ലൈസ് ചെയ്ത് എടുക്കുകയാണ്. ആ മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഇത് നമ്മൾ പകുതി കട്ട് ചെയ്യുമ്പോഴത്തേക്ക് പൊടിഞ്ഞു പോകും. മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഫുൾ എഗ്ഗായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഹാഫ് എഗ്ഗായിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്കത് മാവിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണയുടെ ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ടയിൽ ആ മാവ് നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് ആ നെയ്ക്കകത്തിട്ട് കൊടുക്കാം. മാവ് ഭയങ്കര കട്ടിക്കിരുന്നാലും കൊള്ളൂല കേട്ടോ. മാവ് കുറച്ച് ഈ സൈസിന് മതി. നമ്മുടെ മുട്ട ബജിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് കാണുന്ന പോലെയല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കണമെങ്കിൽ വീട്ടിൽ മുട്ട എന്തായാലും ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് കൂടെ അല്ലേ.